അനിവാര്യമായിരുന്നില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഇത്രയധികം സ്വാധീനമുള്ളയാൾ, പണമുള്ളയാൾ, തീർച്ചയായും വിദേശത്തേക്ക് കടക്കാം, അതല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാം, ഇതിൽ സമ്മർദ്ദങ്ങൾ ചെലുത്താമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ആ സാഹചര്യം കൂടി പരിഗണിച്ച് തന്നെയാണ് കോടതി ഇതിപ്പോൾ റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അർജുൻ മട്ടന്നൂർ നൽകിയ വിവരം കോടതിക്കകത്ത് നിന്ന് ഈ വിധി പ്രസ്താവം കേട്ടയുടൻ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിൽ നിന്ന് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതുകൂടിയാണ്. അലി, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയധികം സ്വാധീനമുള്ള വ്യക്തി ഇനിയും കേസിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന വാദങ്ങൾ കൂടി കോടതി തീർച്ചയായും ശരിവെക്കുന്നു എന്നതാണ്. തീർച്ചയായും വിനീത, ഒരു ഘട്ടത്തിൽ ബോബി പറഞ്ഞത് ഇത്തരത്തിൽ താൻ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഇതിനാവശ്യമായ കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുൻപിൽ ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ കാലങ്ങളായി തന്റെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി, തന്റെ മാർക്കറ്റിംഗിന് വേണ്ടി പല പ്രായത്തിലുള്ള സ്ത്രീകളെ, ചെറിയ കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള കണ്ടന്റുകളിലൂടെ ഉപയോഗിക്കുന്ന ഈ വീഡിയോകളെല്ലാം ബോബിയുടെ ടീം തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചത് ഇപ്പോഴും അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി വന്നതിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂർ കോടതി മുറിയിൽ കുഴഞ്ഞു വീണു, തലകറങ്ങി വീണു എന്നുള്ളൊരു വിവരം കൂടി വരുന്നതും ബോബിയെ ഇപ്പോൾ തൊട്ടടുത്ത മുറിയിലേക്ക് മാറ്റി എന്ന വിവരവും വരുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമുള്ള, സമൂഹത്തിൽ വലിയ സമ്പന്നനായി നിൽക്കുന്ന, ഇമേജുള്ള, അത്രയും വിസിബിലിറ്റി ഉള്ള, അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഇത്തരത്തിൽ നിരന്തരമായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കണ്ടന്റുകൾ ഇറക്കുന്ന ഒരു വ്യക്തി, അത് തുടരുന്ന വ്യക്തി, അതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വ്യക്തി, പോലീസ് ജീപ്പിലിരുന്ന് പോലീസുകാരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ തമ്പുയർത്തി കാണിക്കാൻ വേണ്ടി അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി, അയാളെ ഈ കേസിൽ വെറുതെ വിടുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു മോശം സന്ദേശമാകും സമൂഹത്തിന് നൽകുക. ഇനിയും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലയിലേക്കാകും ആ സന്ദേശം എത്തുക. എന്തായാലും അതിനെല്ലാം തടയിടുന്ന നിലയിലേക്ക്, ഇനി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ആരും പോകാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന നിലയിലേക്കുള്ള വിധിയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ആ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അതിന്റെ ബാക്കിയായി കോടതിയിൽ നിന്നും കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ശ്യാം ദേവരാജൻ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് കൂടി ചേരുകയാണ്. അലി, വിവരങ്ങൾ ശേഖരിക്കുക കോടതിയിൽ നിന്നും. ശ്യാമ,